അച്ചാറ്, പുളിയിഞ്ചി, കാളൻ, കൂട്ടുകറി, ഓലൻ, തോരൻ. ഇതൊക്കെ കഴിച്ച് തീർത്താ മതി. ഇങ്ങനെ നഷ്ടാണ്. നമ്മളിത് കാശ് കൊടുത്ത് വാങ്ങിച്ചെന്ന് വിചാരിച്ചിട്ട് മുഴുവൻ തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരോണാവുമ്പോ കുറച്ച് അഹങ്കാരൊക്കെ ആവാം. ബാക്കി 364 ദിവസം പട്ടിണിയാണല്ലോ. ആ ഒരു ബോധമുള്ളത് നല്ലതാ. സാമ്പാർ ഒഴിക്കട്ടെ? ഏ എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ആയത്തോണം. പിന്നെ നമ്മള് രാവിലെ എണീറ്റ് പൂക്കളൊക്കെ ഇട്ട് നീ സാരിയൊക്കെ എടുത്ത് ആദ്യം ശ്രീധരയും വൈശാഖിനെ എല്ലാരും പഠിച്ച് മൊത്തത്തിലൊരു ഓണം വൈബ്. പക്ഷെ ഇതും ഹാപ്പിയാണ്. നമുക്കേ ഹോളിലേക്ക് ബെഡ്റൂമിലേക്ക് വേണ്ട കർട്ടൻ വാങ്ങാം. പിന്നെ അത്യാവശ്യം വലിയൊരു ബക്കറ്റ് അലക്കാനായിട്ട്. ഇപ്പോഴുള്ള ഭയങ്കര ചെറുതാണ്. പിന്നെ അഞ്ജുവിന് വീട്ടിൽ ലൈറ്റില്ലേ അത് വേണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിടും. അപ്പൊ ഇതാണല്ലേ നമ്മുടെ വീട്. നമ്മുടെ വീട് പറയാൻ ഡ്രസ് ഉണ്ടല്ലേ. നീയായിട്ട് അവളോട് പറഞ്ഞിരുന്നാ മതി. കഷ്ടപ്പെട്ടിട്ട് വീടാണ്, ഇത് വിടാൻ പറ്റൂല. 12 അൺമാരീഡ് കപ്പിൾസ് എന്ന് പറഞ്ഞപ്പോഴാ അവർ കൂട്ടിയത്. കാശിന് തന്നെ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. കാശൊക്കെ നമ്മുടെ ശിവതയിലുണ്ടാവും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചോണ്ടിരിക്കും. വേണ്ടാത്ത ടെൻഷൻ എടുക്കണം. എന്റെ ഉള്ള സമാധാനം പോകും. വേറെ വീട് നോക്കിയാൽ പോലെ. മണ്ണോളം നീ ക്ഷമിക്കാൻ പഠിക്കുന്നി, അമ്പയോളം നീ സഹിക്ക്. സ്നേഹം കൊണ്ടോരോ തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്ത് പോകാ. സ്നേഹം കൊണ്ടോരോ